ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് മൈക്രോസ്കോപ്പും അതുപോലെ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. ഈ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സോഴ്സ് ഓഫ് അതിന് ലൈറ്റാണ് യൂസ് ചെയ്യുക. ആൻഡ് ഇത് മാഗ്നിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഴ്സ് ലൈറ്റ് സോഴ്സ് ആയിരിക്കും. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ആയിരിക്കും. ലൈറ്റ് മൈക്രോസ്കോപ്പിന് 4 എണ്ണം, നമുക്ക് പഠിക്കാനുള്ള 4 എണ്ണം: ബ്രൈറ്റ് ഫീൽഡ്, ഡാർക്ക് ഫീൽഡ്, ഫ്ലൂറസെൻസ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് 2 എണ്ണം: ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. ഇനി ഫസ്റ്റ് വൺ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ലൈറ്റ് മൈക്രോസ്കോപ്പാണ് നമ്മൾ ഇത്രയും ആദ്യം മറ്റേ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൊക്കെ ലൈറ്റാണ് യൂസ് ചെയ്യുന്ന സോഴ്സായിട്ട്. അതിൽ ഇതാണ് ഇതൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഇതിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ എന്തുണ്ട്? ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പാണ്. ഈ മൈക്രോസ്കോപ്പിൽ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചറാണിത്. ഇതിൽ സ്ട്രക്ചറിൽ പറയുമ്പോൾ ഫസ്റ്റ് വൺ ബേസ്. എന്താണ്? ബേസാണിത്. ഇതൊരു ഹോസ് ഷൂ ഷേപ്പിലുള്ളതായിരിക്കും ഈ ബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പില്ലേഴ്സ്, അതായത് ഇതിൻ്റെ ഈ ബോഡീനെ ബാക്കിയുള്ള എല്ലാ പാർട്സിനെയും പിടിച്ച് നിർത്തുന്ന പില്ലേഴ്സ്. അടുത്തത് ഹാൻഡിലുണ്ട്. ഇതുണ്ടോ? ഹാൻഡിൽ. നെക്സ്റ്റ് വൺ ഹാൻഡിൽ കഴിഞ്ഞാൽ ഉള്ളത് പിന്നെ കോസ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കോസ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് എന്താണെന്ന് ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള 2 നോബുകളാണ് കോസ് അഡ്ജസ്റ്റ്മെൻറ്റും ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബും. നെക്സ്റ്റ് പിന്നെ ഈ സൈഡിലേക്കായിട്ട് വരുന്ന മിറർ. ഫസ്റ്റ് വൺ മിറർ. ലൈറ്റ് സോഴ്സിന് ഇതിലേക്ക് ഇവിടുന്നാണ് റിഫ്ലക്ഷൻ നടക്കുന്നതൊക്കെ കണ്ടൻസർ. ഈ കണ്ടൻസറിൻ്റെ കൂടെ ഐറിസ് ഡയഫ്രം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാകും. ഈ ഐറിസ് ഡയഫ്രം നമ്മളെ കണ്ണിലേക്ക് ഐറിസ് ഇല്ലേ, ഈ ലൈറ്റ് കൂടുതൽ വരുമ്പോൾ ഇതിങ്ങനെ മങ്ങുന്നത് കണ്ടിട്ടില്ല, അതുപോലത്തെ ഒരു സാധനം തന്നെയാണ്. ഇങ്ങനെ ലൈറ്റ് കൂടുതൽ വരുമ്പോൾ നമുക്കതിങ്ങനെ പൂട്ടാനും തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. കണ്ടൻസറിൻ്റെ കൂടെ എന്തുണ്ടാകും? ആ ലൈറ്റ് സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റീനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഐറിസ് ഡയഫ്രം ഉള്ളത്. നെക്സ്റ്റ് വൺ സ്റ്റേജ്. സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മളെ സ്ലൈഡ് സ്പെസിമെൻ വെക്കുന്ന സ്ഥലമാണ് സ്റ്റേജ്. ഇത് സ്റ്റേജിൽ ഈ ഒരു ഇതില്ലേ, ഇതാണ് എന്ത്? സ്ലൈഡ് വെക്കുന്ന സ്ഥലം. ഇത് സ്ലൈഡിനെ രണ്ടിനെയും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇതോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 3 എണ്ണം ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് ലെൻസ് ഏതൊക്കെയാണ് ഉണ്ടാവുക? 3 ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? 10x, 40x അതുപോലെ തന്നെ 100x. ഇതിൽ 100x ആണ് എന്ത്? ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവായി യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നില്ലേ, ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. അതുപോലെ ഇത് ഈ നോസ് പീസില്ലേ, ഈ നോസ് പീസിനെ നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഒബ്ജക്റ്റീവും എന്ത് ചെയ്യും? ഈ സ്ലൈഡിൻ്റെ നേരെ മുകളിലേക്ക് വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡിലേക്ക് ഫോക്കസ് ചെയ്യിക്കാൻ പറ്റും. ഈ 100x, 10x, 40x ഒക്കെ ചെയ്യാൻ പറ്റും. 100x ആണ് ഓയിൽ ഇമേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പം നെക്സ്റ്റ് വൺ ബോഡി ട്യൂബ്. ബോഡി ട്യൂബ് എന്ന് പറയുന്നത് ഇതിനെ എന്താ പറയുക, നമ്മൾ ഈ 2 ലെൻസിനെയും ക്യാരി ചെയ്യുന്ന സാധനമാണ്. ഏതൊക്കെ ലെൻസ്? ഐ പീസിനെയും അല്ലെങ്കിൽ ഒക്കുലാർ ലെൻസ് അതിനെയും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിനെയും ക്യാരി ചെയ്യുന്ന ഐ പീസാണിത്. ഐ പീസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മളെ എന്താ പറയുക കണ്ണ് നമ്മൾ നോക്കുക ഇതിനുള്ളിലൂടെയാണ്. ഈ ഐ പീസിൻ്റെ വേറൊരു പേരാണ് ഒക്കുലാർ ലെൻസ് എന്ന് പറയുന്നത്. ഈ ഐ പീസിൻ്റെ വേറൊരു പേര് ഒക്കുലാർ ലെൻസാണ്. ഈ ഐ പീസ് 2 തരത്തിലുണ്ട്. ഒന്ന് മോണോക്കുലാറും രണ്ടാമത്തത് ബൈനോക്കുലറും. മോണോക്കുലർ എന്ന് പറയുന്നത് ഒരൊറ്റ ഐ പീസിൻ്റെ നമ്മൾ കണ്ണ് ഒരൊറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരു കണ്ണ് അടച്ചു വെച്ച് ഒരു കണ്ണ് കൊണ്ടാണ് നോക്കുക. ബൈനോക്കുലർ എന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഐ പീസും കൂടി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തായി? ബൈനോക്കുലറായിട്ടോ. ഇങ്ങനെയാണല്ലേ. ഇതാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലെ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ മെക്കാനിക്കൽ പാർട്സും ഒപ്റ്റിക്കൽ പാർട്സിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ. ഒബ്ജക്റ്റീവ്സ്, ഐ പീസ്, കണ്ടൻസറും കാര്യങ്ങളൊക്കെ പറഞ്ഞു, മിറർ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഓയിൽ ഇമേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്? അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ ഇമേഷൻ ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ സെഡാർ ഓയിലിൻ്റെ റിഫ്രാക്റ്റീവ് 1.5 ആണ്. അപ്പോൾ ഈ ഓയിലാണ് അധികവും യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ബെൻഡിങ് കുറയ്ക്കാൻ പറ്റും. ലൈറ്റ് റേസിൻ്റെ ബെൻഡിങ് കുറയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, റെസൊല്യൂഷൻ കൂട്ടാൻ പറ്റും. 100x ആണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ. 100x ആണ് ഓയിൽ ഇമേഷൻ്റെ. ഇതിൽ ഇതുണ്ടോ? റിഫ്രാക്റ്റീവ് ലൈറ്റ് പാസ് ചെയ്യുന്ന ആദ്യം ഗ്ലാസ്, അതായത് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിലുള്ള സ്ലൈഡ്, അത് ഗ്ലാസ് ആണല്ലോ. അതിൽ നിന്ന് പിന്നെ എയർ, പിന്നെ ഗ്ലാസ്, ഇങ്ങനെയാണ് സാധാരണ. അപ്പോൾ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്താവും? ഗ്ലാസ്
ഓയിൽ ഗ്ലാസ്, അവിടെ ഈ എയർ എന്നുള്ള മീഡിയം മാറി ഓയിലായി മാറും. ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ പാസേജാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇമേജിൻ്റെ ഇത് കൂട്ടാൻ പറ്റും. അതിൻ്റെ ഇനി ലൈറ്റ് റേസിൻ്റെ പാത്ത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ ഇത് കണ്ടോ, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ ഇവിടുന്ന് ലൈറ്റ് സോഴ്സ് വന്നു. ലൈറ്റ് സോഴ്സിൽ നിന്ന് വീണ്ടും കണ്ടൻസർ ലെൻസിൽ നിന്ന് സ്പെസിമെനിലേക്ക്, സ്പെസിമെനിൽ നിന്ന് പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് ഒക്യുലാർ ലെൻസ്, വീണ്ടും ഇതാണ് ഇതിൻ്റെ ലൈറ്റ് പാത്ത് എന്ന് പറയുന്നത്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ ലൈറ്റ് പാത്ത്. നെക്സ്റ്റ് വണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഇപ്പോൾ ഒരു കാര്യം കൂടി, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ ആലോചിക്കുക, ഫീൽഡ് ബ്രൈറ്റ് ആയിരിക്കും. അതായത് വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ കളേർഡായ ഓർഗാനിസംസിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ സ്റ്റെയിൻ ഉപയോഗിക്കും, കളേർഡായ ഓർഗാനിസം. അപ്പോൾ വെള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, അതിൽ കളർ ചെയ്ത ഓർഗാനിസംസിനെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഡാർക്ക് ഫീൽഡ് ആകുമ്പോൾ ഫീൽഡ് ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാണ്. അപ്പോൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ കാണാൻ പറ്റും. വൈറ്റ് ഓർഗാനിസംസിനെ കാണാൻ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ഇത് അങ്ങനെ കിട്ടണ്ടേ, മീൻസ് ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആക്കാൻ വേണ്ടി എന്തുണ്ടാവും, അതിലൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കണ്ടൻസർ ഉണ്ട് കണ്ടോ. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കണ്ടൻസറാണ് ഇത്. പ്രിവെൻറ്റ് ചെയ്യും എന്തിനെ, പാരലൽ ആൻഡ് ഒബ്ലിക് റേസ്, അതായത് കണ്ടോ പാരലൽ ആയതും ഒബ്ലിക് റേസിനെ ഒബ്ജക്റ്റീവിലേക്ക് എൻട്രി ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിക് ഫീൽഡ് എന്താവും, ഡാർക്കാവും, ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഡാർക്കാവും. ഇങ്ങനെ സ്പെസിമെൻ ഇല്ലെങ്കിൽ, നമ്മളിപ്പോൾ സ്പെസിമെൻ ഗ്ലാസ് സൈഡ് വെക്കാതെ സ്പെസിമെൻ ഇല്ലാതെയാണ് അത് വെക്കുന്നതെങ്കിൽ, അതിൽ ഒന്നും ഇത് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ മൊത്തം ഡാർക്ക് കളറായിരിക്കും കാണാം. ഇനി സ്പെസിമെൻ ഉണ്ടെങ്കിൽ സ്പെസിമെൻ ഉള്ള ഭാഗം എന്തായിരിക്കും, ബ്രൈറ്റ്ലി ഇല്ലുമിനേറ്റഡ് ആയിരിക്കും. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ ബ്രൈറ്റ് ഫീൽഡ് പറഞ്ഞ പോലെ തന്നെ 1500x ആണ്. അതിൻ്റെ റെസൊല്യൂഷൻ 0.1 to 0.2 മൈക്രോമീറ്റർ വരെ കിട്ടും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ സ്റ്റഡിങ് മോർഫോളജി ആൻഡ് മോട്ടിലിറ്റി ഓഫ് ഓർഗാനിസംസ്. കണ്ടില്ലേ, ഇതിൽ എന്താ ഓർഗാനിസത്തിൻ്റെ മോട്ടിലിറ്റി. നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ബ്രൈറ്റ് ഫീൽഡിൽ സ്റ്റെയിനിങ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഓർഗാനിസംസ് ചത്തു. അപ്പോൾ മോട്ടൈലായ ഓർഗാനിസം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ സ്റ്റെയിനിങ് ഒന്നും ഇത് ഉപയോഗിക്കാതെ വെച്ചാൽ അപ്പോൾ മോർഫോളജി മോട്ടിലിറ്റി ഒക്കെ മനസ്സിലാവാൻ പറ്റും. ഒരു സസ്പെൻഷനുള്ള സെല്ലിന് വേണ്ടിയിട്ടാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിനെ ഡാർക്ക് ഫീൽഡ് മേക്സ് ഇറ്റ് ഈസി ടു ഒബ്റ്റെയിൻ ദ കറക്റ്റ് ഫോക്കൽ പ്ലെയിൻ. കണ്ടോ, കറക്റ്റ് ഫോക്കൽ പ്ലെയിന് ഒബ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ലോ കോൺട്രാസ്റ്റ് ആയ സ്മോളും ഭയങ്കര കോൺട്രാസ്റ്റ് കുറഞ്ഞ സ്പെസിമെൻസിനൊക്കെ കാണാൻ ഡാർക്ക് ഫീൽഡ് സഹായിക്കുന്നു. ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഇത് യൂസസ് ആണ്. ഇനിഷ്യൽ എക്സാമിനേഷൻ ഓഫ് സസ്പെൻഷൻ ഓഫ് സെൽസിന് ഇനീഷ്യൽ എക്സാമിനേഷൻ ചെയ്യാൻ, ഇനീഷ്യൽ സർവേ ആൻഡ് ഒബ്സർവേഷൻ ഓഫ് ലോ പവേഴ്സ് ഓഫ് പോണ്ട് വാട്ടർ സാമ്പിൾസ്. പോണ്ട് വാട്ടർ അല്ലേ, കുളത്തിലുള്ള വെള്ളത്തിൻ്റെ സാമ്പിളിൻ്റെ ഇനിഷ്യൽ എക്സാമിനേഷനുണ്ട്. എക്സാമിനേഷൻ ഓഫ് ഹൈലി സ്റ്റെയിൻഡ് പ്രിപ്പയർഡ് സ്ലൈഡ്സ്, ഇനിഷ്യൽ ലൊക്കേഷൻ ഓഫ് എനി സ്പെസിമെൻ ഓഫ് വെരി സ്മോൾ സൈസ് ഓഫ് ഫോർ ലേറ്റർ വ്യൂങ് അറ്റ് ഹൈ പവർ, ഡിറ്റർമിനേഷൻ ഓഫ് മോട്ടിലിറ്റി ഇൻ കൾച്ചേഴ്സ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ ലൈറ്റ് പാത്താണിത്. ഇത് അത് ലൈറ്റ് വരുന്നു, അവിടെ ഒരു ഒപ്പേക്ക് ഡിസ്ക് ഉണ്ടാവും അല്ലേ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കണ്ടൻസർ പറഞ്ഞല്ലേ, അതിലൊരു ഒപ്പേക്ക് ലൈറ്റ് റേസിനെ പാരലൽ ലൈറ്റ്സിനെ ഇങ്ങോട്ട് കടത്തി വിടാതെ കണ്ടൻസർ ലെൻസിലൂടെ പിന്നെ സ്പെസിമെനിലേക്ക് പോയി അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് ലെൻസിന്നും ഒക്കുലാർ ലെൻസിലേക്കും പോയി കണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ഇവിടെ സാധനം കാണാൻ പറ്റും. ഇനി അടുത്ത ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഈ കോൺട്രാസ്റ്റ് എന്തായിരുന്നു, കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അതിലുണ്ടായിരുന്ന സ്പെസിമെനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച് ഫ്രെഡറിക് സെർണിക്കെ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഈ ഫേസ് ചേഞ്ചസ് വെച്ചിട്ടാണ്, ഇത് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉപയോഗിച്ചിട്ട് ഫേസ് ചേഞ്ചസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കണ്ടൻസർ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഉണ്ട്, സ്പെഷ്യൽ മാഗ്നിഫയർ ഉണ്ട്. എന്തൊക്കെയുണ്ട്, മറ്റേ ഡാർക്ക് ഫീൽഡിൽ നമ്മൾ ഒരു കണ്ടൻസർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്, കണ്ടൻസർ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, മാഗ്നിഫയറും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ലൈറ്റ് പാസിംഗ് ഫ്രം വൺ മെറ്റീരിയൽ ഇൻ ടു അനദർ of slightly different refractive index will undergo change in the speed. കണ്ടോ, നേരത്തെ നമ്മൾ ബ്രൈറ്റ് ഫീൽഡിലേക്ക് ഗ്ലാസിൻ്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആക്കാൻ വേണ്ടി ഓയിൽ യൂസ് ചെയ്തില്ലേ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ചസ് ഇല്ലാതെയാണ് അതിലൊക്കെ ചെയ്തത്. പക്ഷെ ഇതിലെന്താ ചെയ്യുന്നത്, സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ്, ഫേസ് കോൺട്രാസ്റ്റിൽ എന്താ ചെയ്യുന്നത്, സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അങ്ങനെ ഫേസ് ചേഞ്ചസ് ഉണ്ടാകും. ദിസ് ചേഞ്ച് ഇൻ ദ ഫേസ് ഓഫ് ലൈറ്റ് വിൽ ഇൻ ടേൺ ഇൻക്രീസ് ദ കോൺട്രാസ്റ്റ്. അങ്ങനെ ഈ ഫേസ് ചേഞ്ച് എന്ത് ചെയ്യും, കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യും. എ സിസ്റ്റം ഓഫ് റിങ്സ് ഇൻ ദ കണ്ടൻസർ ആൻഡ് ഒബ്ജക്റ്റീവ് സെപ്പറേറ്റ് ദ ഡിഫ്രാക്റ്റഡ് ലൈറ്റ് ഫ്രം ദ സ്പെസിമെൻ.
A system of rings in the condenser and objective separate the diffracted rays from the specimen. These diffracted rays from the specimen and the undiffracted rays combine. The phase difference is converted into difference in light intensity. അപ്പോൾ ഡിഫ്രാക്റ്റഡ് റേസും അൺഡിഫ്രാക്റ്റഡ് റേസും കൂടി ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കി ഈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇൻ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ് അൺസ്റ്റെയിൻഡ് ലിവിങ് ഓർഗാനിസം ഞാൻ ഇതിൽ അൺസ്റ്റെയിൻഡ് ലിവിങ് ഓർഗാനിസംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇൻ ദ ഇൻറ്റേർണൽ കോൺട്രാസ്റ്റ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് എ സ്പെസിമെൻ എഗനസ്റ്റ് ഇസ് സറൗണ്ടിങ് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ സറൗണ്ടിങ്സുമായിട്ടുള്ള അതിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഇതിൻ്റെ റിസോൾവിങ് പവർ 0.1 to 0.2 മൈക്രോമീറ്റർ വരെയാണ്. ഇനി ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ അറേഞ്ച്മെൻറ്റാണ്. ഈ വലത് ഭാഗത്തേക്ക് എന്തൊക്കെ അറേഞ്ച് ചെയ്യുക, റിംഗ് ഷേപ്പ്ഡ് മാസ്ക് ഉണ്ടാവും. അതുപോലെ ബിലോ ദ ഒബ്ജക്റ്റീവും ഫേസ് റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഇടയിൽ എന്തോ ഒരു റിംഗ് ഷേപ്പ്ഡ് മാസ്ക് ഉണ്ട്. ഇനി വലത് ഭാഗത്താണെങ്കിൽ അതിൻ്റെ കൂടെ എന്തുണ്ടാവും, പാത്ത് ഓഫ് ലൈറ്റ്സ്, ആ ലൈറ്റിൻ്റെ പാത്ത്, അതായത് മിറർ, കണ്ടൻസർ അങ്ങനത്തെ ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് ഇത്, റിങ്, കണ്ടൻസർ, സ്പെസിമെൻ, ഒബ്ജക്റ്റീവ്, ഫേസ് പ്ലേസ്, ഫോക്കൽ പ്ലെയിൻ, ഇതൊക്കെ എന്തിലുണ്ടാവും, റൈറ്റ് ഭാഗത്ത് ഉണ്ടാവും. ദ വേവ് ക്യാരക്ടർ ഓഫ് ദ ലൈറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ചേഞ്ച് ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഏരിയാസ്. ഇതിൻ്റെ വേവ് ക്യാരക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലൈറ്റ് ഡാർക്ക് ഏരിയാസ് എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ലൈറ്റ് പാത്ത്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ ലൈറ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ലൈറ്റ് വരുന്നു. അതുണ്ടോ, ഇതിലൊരു ഫസ്റ്റ് ഒരു ആനുലാർ ഡയഫ്രം കഴിഞ്ഞിട്ടാണ് കണ്ടൻസർ വരുന്നത്, സ്പെസിമെൻ വരുന്നു. ഈ സ്പെസിമെൻ വന്ന് ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റ്, ഈ ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റിന് കഴിഞ്ഞ ഉടനെ ഉണ്ടോ ഡിഫ്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും ഐ പീസിൻ്റെയും ഇടയിൽ എന്താ വരുന്നത്, മറ്റൊരു ഇത് വരുന്നുണ്ട്. ഈ ലൈറ്റിന് ഒരു പ്ലേറ്റ്, ഡിഫ്രാക്ഷൻ പ്ലേറ്റ് വരുന്നുണ്ട്. ഈ പ്ലേറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഒക്കുലാർ ലെൻസിൽ പിന്നീട് ലൈറ്റിനെ മൊത്തം അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് അതിലൂടെ നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഇമേജിനെ കിട്ടുന്നു. അപ്പോൾ ലൈറ്റ് എവിടുന്ന് ഫേസ് കോൺട്രാസ്റ്റിൽ ലൈറ്റ് പോകുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു ആനുലാർ ഡയഫ്രം മാറിപ്പോയത് ഇതുണ്ടോ, ഇതിനിടയിൽ ബ്രൈറ്റ് ഫീൽഡ് ആകുമ്പോൾ ആകെയുള്ള സാധാരണ ലൈറ്റ് സോഴ്സ്, കണ്ടൻസർ, സ്പെസിമെൻ, ഒബ്ജക്റ്റീവ് ലെൻസ്, ഒക്കുലാർ ലെൻസ്, ഐസ്, സാധാരണ നമ്മൾ ആദ്യം പഠിച്ച അതേ ഇത്. ഇനി ഡാർക്ക് ഫീൽഡ് ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ വന്നേ, ഒപ്പേക്ക് ഡിസ്ക്, ലൈറ്റ് സോഴ്സിൻ്റെ അതായത് മിററിൻ്റെയും കണ്ടൻസറിൻ്റെയും ഇടയിലാണ്, അല്ലെങ്കിൽ ടങ്സ്റ്റൺ ലാമ്പിൻ്റെയും പിന്നെ കണ്ടൻസറിൻ്റെ ഇടയിലാണ് എന്ത് വന്നത്, ഒപ്പേക്ക് ഡിസ്ക്. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ നമ്മളെ ബ്രൈറ്റ് ഫീൽഡ് പോലെ തന്നെ. ഇതിൻ്റെ കേസിലാവുമ്പോൾ ഒന്ന് ടങ്സ്റ്റൺ ലാമ്പിൻ്റെ കണ്ടൻസറിൻ്റെ ഇടയിലൊരു ആനുലാർ ഡയഫ്രം, ഇത് കഴിഞ്ഞ് ഒബ്ജക്റ്റീവിൻ്റെ ഐ പീസിൻ്റെ ഇടയിലൊരു എന്തും വന്നിട്ടുണ്ട്, ഡിഫ്രാക്ഷൻ പ്ലേറ്റും കൂടി വന്നിട്ടുണ്ട്. ഈ ലൈറ്റ് പാത്ത് വരക്കുമ്പോൾ ഇത് മറക്കരുത്, മാറിപ്പോയരുത്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. ഈ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഫ്ലൂറസെൻറ്റ് പ്രോപ്പർട്ടിയിൽ, അതായത് ഈ പ്രോപ്പർട്ടി ഒരു ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് ആ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഇതിനാണ് നമ്മൾ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. എ ഹൈ ഇൻറ്റൻസിറ്റി മെർക്കുറി ലാമ്പ് ഈസ് യൂസ്ഡ് ആസ് എ ലൈറ്റ് സോഴ്സ് വിച്ച് എമിറ്റ്. അപ്പോൾ ഇതിൽ എന്താ യൂസ് ചെയ്യുന്നത്, ഹൈ ഇൻറ്റൻസിറ്റി മെർക്കുറി ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. ദ എക്സൈറ്റഡ് ഫിൽറ്റർ ട്രാൻസ്മിറ്റ്സ് ഓൺലി ബ്ലൂ ലൈറ്റ് ടു ദ സ്പെസിമെൻ ആൻഡ് ബ്ലോക്സ് ഔട്ട് അതർ കളേഴ്സ്, ഓൾ ദ കളേഴ്സ്. അതായത് ബ്ലൂ ലൈറ്റ്, നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത് വിബ്ജിയോർ അല്ലേ, ഈ 7 ലൈറ്റ് കളർ കൂടിയാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റിലുള്ള ബ്ലൂ കളറിനെ മാത്രം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിൽറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ലൈറ്റ് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലൂ കളറിന് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ദ ബ്ലൂ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഡൗൺവാർഡ് ടു ദ സ്പെസിമെൻ ബൈ ദ ഡൈക്രോയിക് മിറർ. ഈ ബ്ലൂ ലൈറ്റ് എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു ഡൗൺവാർഡിലേക്ക്, താഴത്തേക്ക്, ടു ദ സ്പെസിമെൻ ബൈ ദ ഡൈക്രോയിക് മിറർ. അപ്പോൾ ആദ്യം ലൈറ്റ് വന്നു, ലൈറ്റിന് എക്സൈറ്റിംഗ് ഫിൽറ്റർ എന്ത് ചെയ്തു, ഫിൽറ്റർ ചെയ്തിട്ട് ബ്ലൂ ലൈറ്റിനെ മാത്രം ട്രാൻസ്ഫർ ചെയ്തു. ഈ ബ്ലൂ ലൈറ്റ് എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആരെ തട്ടി, ഈ ഡൈക്രോയിക് മിററിനെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ സ്പെസിമെനിൽ എന്തോ ഒരു ഫ്ലൂറസെൻ്റ് ഡൈ, അതായത് അക്രിഡിൻ ഓറഞ്ച് ഒരു എക്സാമ്പിളാണ്, വെച്ചിട്ട് സ്പെസിമെനെ സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റെയിൻഡ് പോർഷൻ ഉണ്ടല്ലോ, സ്പെസിമെൻ അബ്സോർബ് ബ്ലൂ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ഗ്രീൻ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ലൈറ്റ് വന്നു, എക്സൈറ്റഡ് ഫിൽറ്റർ എന്ത് ചെയ്തു, ബ്ലൂ ലൈറ്റിനെ ഉള്ളിലേക്ക് കടത്തി വിട്ടു. ഈ ബ്ലൂ ലൈറ്റ് ഉള്ളിലേക്ക് കടത്തി വിട്ട ബ്ലൂ ലൈറ്റ് ഡൈക്രോയിക് മിറർ വഴി എന്ത് ചെയ്തു, അതിനെ റിഫ്ലക്റ്റ് ചെയ്തു എവിടേക്ക്, സ്പെസിമെനിലേക്ക്. ആ സ്പെസിമെനിൽ എന്താ ഫ്ലൂറസെൻ്റ് ആയി സ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതായത് അക്രിഡിൻ ഓറഞ്ച് വെച്ചിട്ട്. ഈ അക്രിഡിൻ ഓറഞ്ച് വെച്ച് സ്റ്റെയിൻ ചെയ്ത സ്പെസിമെന് ബ്ലൂ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ആരെ എമിറ്റ് ചെയ്യുന്നു, ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ബ്ലൂ കളറിന് എടുത്തിട്ട്
പച്ച കളർ തരുന്നു. അത് അപ്വാർഡ്സ് പോയി വീണ്ടും ഒരു ഡൈക്രോയിക് മിററുമായിട്ട് പെനിട്രേറ്റ് ചെയ്ത് അത് ബെരിയർ ഫിൽറ്ററിൽ എത്തുന്നു. അങ്ങനെ ഈ ഫിൽറ്റർ എന്ത് ചെയ്യുന്നു, ഈ ഗ്രീൻ ലൈറ്റ് മാത്രമേ കടത്തി വിടുള്ളൂ. അങ്ങനെ നമ്മളെ കണ്ണ് ഗ്രീൻ ലൈറ്റ് എടുക്കുന്നു. ഈ സ്പെസിമെൻ എടുക്കുന്ന ഗ്രീൻ ലൈറ്റ് നമ്മളെ കണ്ണ് അബ്സോർബ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, ഇതും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സ്റ്റെയിൻഡ് സാമ്പിൾസിനെ കാണാൻ പറ്റുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ലൈറ്റ് സാധാ വിസിബിൾ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ അൾട്രാ വയലറ്റ് ഈസ് യൂസ് ടു എക്സൈറ്റ് മോളി. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് ലൈറ്റ് വെച്ചു, ലൈറ്റിലെ ബ്ലൂ കളർ എടുത്തു, ബ്ലൂ കളർ മാത്രം എക്സൈറ്റിംഗ് ഫിൽറ്റർ വെച്ച് കടത്തിയിട്ട് മിറർ എന്ത് ചെയ്യുന്നു, അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു സ്പെസിമെനിലേക്ക്. സ്പെസിമെനെ ബ്ലൂ കളറിനെ അബ്സോർബ് ചെയ്യുന്നു. അത് ഫ്ലൂറസെൻ്റ് ഡൈ കൊണ്ട് സ്റ്റെയിൻ ചെയ്ത സ്പെസിമെൻ ആയിരിക്കും. അത് ബ്ലൂ കളർ അബ്സോർബ് ചെയ്തിട്ട് ഗ്രീൻ ലൈറ്റ് തരുന്നു. ഈ ഗ്രീൻ ലൈറ്റ് മറ്റൊരു ഡൈക്രോയിക് മിററിൽ പോയി അതിനെ എന്ത് ചെയ്യുന്നു, ഈ ഗ്രീൻ ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ നമ്മളെ കണ്ണ് അതിനെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റെയിൻ ചെയ്ത സാധനം കാണാൻ പറ്റുന്നു. ഇതാണ്ടോ ലൈറ്റ് സോഴ്സാണ്. ഈ ലൈറ്റ് സോഴ്സ് ലൈറ്റ് ഇങ്ങോട്ട് വരുന്നു. ഇവിടുന്ന് സ്പെസിമെൻ എന്തായിരുന്നു, അവിടെ ഡൈക്രോയിക് എക്സൈറ്റ് ബാരിയർ ഫിൽറ്റർ ഉണ്ടാവും. ഈ ബാരിയർ ഫിൽറ്ററിൽ ബ്ലൂ ലൈറ്റ് മാത്രം ഇങ്ങോട്ട് പോകുന്നു. ബ്ലൂ ലൈറ്റ് പോയ ശേഷം ഇവിടെ ഡൈക്രോയിക് മിറർ ഉണ്ടാവും. ഈ മിററിൽ നിന്ന് ഇതുണ്ടാവും. ഈ മിററിൽ നിന്ന് താഴോട്ടേക്ക് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇവിടെയാണ് സ്പെസിമെൻ ഉള്ളത്. ഈ സ്പെസിമെനിൽ ഈ സ്പെസിമെന്ന് ആര് വരുന്നു, ഗ്രീൻ ലൈറ്റിനെ പുറത്ത് വരുന്നു, എമിറ്റ് ചെയ്യുന്നു. അങ്ങനെ എമിറ്റ് ചെയ്ത ഗ്രീൻ ലൈറ്റ് ഈ ഡൈക്രോയിക് മിറർ തന്നെ കണ്ടോ, ഈ ഡൈക്രോയിക് മിററിൽ വീണ്ടും ചെന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഐയിലേക്ക് പോയി നമുക്ക് സാധനം കാണാൻ പറ്റുന്നു. ഇതാണ് എന്ത്, ലൈറ്റ് മൈക്രോസ്കോപ്പ്. നമുക്ക് എന്തൊക്കെ പഠിച്ചു, ബ്രൈറ്റ് ഫീൽഡ് പഠിച്ചു, ഡാർക്ക് ഫീൽഡ് പഠിച്ചു, ഫ്ലൂറസെൻസ് പഠിച്ചു, ഫേസ് കോൺട്രാസ്റ്റ് പഠിച്ചു, ഫ്ലൂറസെൻസും പഠിച്ചു. അങ്ങനെ 4 ലൈറ്റ് മൈക്രോസ്കോപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു, അതെന്താണ്, അതിൻ്റെ ഇതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് കണ്ടൻസർ ലെൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോണാണ് നമ്മൾ സ്പെസിമെനിലേക്ക് കൊടുക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ. അപ്പോൾ ദ ഇലക്ട്രോൺസ് ഹാവ് ഷോർട്ട് വേവ് ലെങ്ത് വിച്ച് ഹെൽപ്സ് ഇൻ ബെറ്റർ റെസൊല്യൂഷൻ. ഇറ്റ് ഈസ് പോസിബിൾ ടു റിസോൾവ് ഒബ്ജക്റ്റ് ടു ആസ് സ്മോൾ ആസ് 10 ആംസ്ട്രോങ് വിച്ച് ഈസ് 100 times more than that of light microscope. It can magnify object up to 2 lakh x. നമ്മളെ മറ്റേ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് 1500 വരെ മാക്സിമം വരുന്നുള്ളൂ. പക്ഷെ ഇതിൽ എത്രയാണ്, 2 lakh x വരെ വരുന്നുണ്ട്. ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എ ഹോട്ട് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആയി യൂസ് ചെയ്യുന്നത്. ഫോംസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രോൺസ്. ഹോട്ട് ടങ്സ്റ്റൺ ഫിലമെൻ്റ്. ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് മൂവിങ് ഇലക്ട്രോൺസ്. സിൻസ് ദ ഇലക്ട്രോൺസ് മൂവ് ഓൺലി ഇൻ ദ വാക്വം, ദ എൻ്റയർ പാത്ത് ഇലക്ട്രോൺ ഷുഡ് ബി കെപ്റ്റ് ഇൻ അണ്ടർ വാക്വം. അപ്പോൾ ഇലക്ട്രോൺസ് വാക്വത്തിലൂടെ മാത്രമേ മൂവ് ചെയ്യുന്നതുകൊണ്ട് മൊത്തം ഇതെന്ത് ചെയ്യണം, വാക്വം കണ്ടീഷനിൽ വെക്കണം. ദ മാഗ്നറ്റിക് കണ്ടൻസർ ലെൻസ് കോസസ് ദ പ്രൈമറി മാഗ്നിഫിക്കേഷൻ. അങ്ങനെ അപ്പോൾ ഇതിൽ എന്തായിരുന്നു, നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പറഞ്ഞ ലെൻസുകളൊക്കെ എന്താണ്, ഗ്ലാസിൻ്റെ എമിറ്റ്. അപ്പോൾ ഇതിലെന്താ, അങ്ങനെയല്ല, മാഗ്നറ്റിക് ലെൻസാണ്, മാഗ്നറ്റിക് കണ്ടൻസറാണ്. ഒക്കെ ഈ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും പറ്റാവുന്ന സാധനങ്ങൾ അപ്പോൾ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് മാഗ്നറ്റിക് ലെൻസ് ആംപ്ലിഫൈസ് ദ പ്രൈമറി ഇമേജ് ആൻഡ് ദിസ് ഇമേജ് ഈസ് വ്യൂഡ് ഓൺ എ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ. അപ്പോൾ എന്തിലാണ് കാണുന്നത്, ഫ്ലൂറസെൻ്റ് സ്ക്രീൻ ഓർ ക്യാപ്ചേർഡ് ഓൺ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. അപ്പോൾ എന്തൊക്കെയാണ്, ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ആരും ഉപയോഗിക്കുന്നു, ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, ഹോട്ട് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് യൂസ് ചെയ്യുന്നു. ഈ ഹോട്ട് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് യൂസ് ഇലക്ട്രോൺസ് ആയിട്ട് മാഗ്നറ്റിക് കണ്ടൻസറിൽ വെച്ച് മാഗ്നറ്റിക് ലെൻസിലേക്ക് വെച്ച് ഇമേജിനെ നമുക്ക് കാണുന്നു. ഇമേജ് എവിടുന്നാണ് കാണുന്നത്, ഒന്നെങ്കിൽ ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലാണ് കാണുന്നത്. ഇതിൽ 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും സ്കാനിങ് ഇലക്ട്രോൺ, ടെമ്മും സെമ്മും. അതിൽ ഫസ്റ്റ് വൺ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. A high voltage established between the filament and the anode accelerates the electrons from the hot tungsten filament. Electron beam is focused on the specimen with an electromagnetic condenser. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഹോട്ട് ടങ്സ്റ്റൺ ഫിലമെന്റ്, അതിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് വരുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് കണ്ടൻസറിൽ വരുന്നു. ഈ കണ്ടൻസറിൽ നിന്നാണ് സ്പെസിമെൻ അൾട്രാ തിൻ സെക്ഷൻസ്. ഇത് ശ്രദ്ധിക്കണേ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിലൊരിതാണ്, അതിൻ്റെ സ്പെസിമെൻ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പ്രത്യേക ബ്ലേഡ് ഉപയോഗിച്ച് അതിന് അത്രയും ചെറിയ അൾട്രാ തിൻ സെക്ഷനായ സ്പെസിമെനിലേക്ക് അപ്പോൾ ഇതാക്കണം. അപ്പോൾ ഇതാണ് ആദ്യം ഹോട്ട് ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ നിന്ന് ഇലക്ട്രോൺ വരുന്നു കണ്ടൻസറിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് സോഴ്സ് എന്നല്ലേ, അതേപോലെ തന്നെ ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകുന്നു, കണ്ടൻസറിൽ നിന്ന് സ്പെസിമെനിലേക്ക്.
പോന്നു. This is done by embedding or freezing the specimen and sectioning to diamond or glass knife. കണ്ടോ, ഡയമണ്ട് ഓർ ഗ്ലാസ് നൈഫ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ കട്ട് ചെയ്യുന്നത്. അൾട്രാ തിൻ സെക്ഷൻ ആണ് ഡയമണ്ട് ഓർ ഗ്ലാസ് നൈഫ്. ദേ ആർ സ്റ്റെയിൻഡ് വിത്ത് ഹെവി മെറ്റൽ സച്ച് ആസ് ഗോൾഡ് ഓർ പലേഡിയം. അപ്പോൾ ഇതെന്താണ്, ഇത് സ്റ്റെയിൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഗോൾഡ് അല്ലെങ്കിൽ പലേഡിയം വെച്ചിട്ടാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഇത് എന്ത് ചെയ്യുന്നു, മൊത്തം ഇവാക്വേഷൻ വെച്ചാൽ വാക്വം കണ്ടീഷൻ ഉണ്ടാക്കുന്നു. ടെം ഹാസ് എ പ്രൊജക്ടർ ലെൻസ് ദാറ്റ് പ്രൊജക്ട് ഇമേജ് ഇൻ ടു എ ഫ്ലൂറസെൻറ്റ് വ്യൂയിങ് സ്ക്രീൻ ഓർ ഫിലിം പ്ലേറ്റ്. അപ്പോൾ ടെമ്മിൽ എന്തുണ്ട്, ഒരു പ്രൊജക്ടർ ലെൻസ് ഉണ്ട്. ആ പ്രൊജക്ടർ ലെൻസാണ് എന്തിനെ സഹായിക്കുന്നത്, ഇതിനെ ഇമേജറിനെ ഫ്ലൂറസെൻറ്റ് വ്യൂയിങ് അല്ലെങ്കിൽ സ്ക്രീനിലെങ്കിൽ ഫിലിം പ്ലേറ്റിലേക്ക് എത്തിക്കുന്നത്. വിത്ത് ഗ്രേറ്റർ റെസൊല്യൂഷൻ ഹയർ മാഗ്നിഫിക്കേഷൻ ഉണ്ടാവും, മാഗ്നിഫിക്കേഷൻ ദാൻ ലൈറ്റ് ആൻഡ് സ്കാനിങ് ഇലക്ട്രോൺ. അപ്പോൾ സ്കാനിങ്ങിനേക്കാളും റെസൊല്യൂഷനും മാഗ്നിഫിക്കേഷനും കൂടുതൽ ആർക്കാണ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനാണ്. ഇൻ ടേം ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബൈ ദ സ്പെസിമെൻ മേക്ക് ദ കോൺട്രാസ്റ്റ്. ഈ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് കോൺട്രാസ്റ്റിന് സഹായിക്കുന്നത്. സ്റ്റെയിനിങ് വിത്ത് ഹെവി മെറ്റൽ സച്ച് ആസ് പലേഡിയം, ഉറേനിയം ആൻഡ് ടങ്സ്റ്റൺ ക്യാൻ. അപ്പോൾ ഇത് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്താൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടാനും പറ്റും. ദർ ആർ വേരിയസ് ടൈപ്സ് സച്ച് ആസ് പോസിറ്റീവ് സ്റ്റെയിനിങ്ങും നെഗറ്റീവ് സ്റ്റെയിനിങ്ങും. പോസിറ്റീവ് സ്റ്റെയിനിങ് എന്ന് വെച്ചാൽ ഹെവി മെറ്റൽസ് ആർ ഫിക്സ്ഡ് ഓൺ ദ സ്പെസിമെൻ. നെഗറ്റീവ് സ്റ്റെയിനിങ് ടു യൂസ് ടു ഇൻക്രീസ് ദ ഇലക്ട്രോൺ ഒപ്പേസിറ്റി ഓഫ് ദ സറൗണ്ടിങ് ഏരിയ. അപ്പോൾ ഈ നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ ഈ സ്പെസിമെൻ്റെ നമുക്ക് കാണേണ്ട ഓർഗാനിസത്തിൻ്റെ അല്ല, അതായത് സറൗണ്ടിങ് ഏരിയൻ്റെ ഒപ്പേസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് എന്ന് വെച്ചാൽ സ്പെസിമെനിലേക്ക്, നെഗറ്റീവ് എന്ന് വെച്ചാൽ സറൗണ്ടിങ് ഏരിയയിലേക്ക്. ഇനി അടുത്തത് 2 യൂണിക് ടെക്നിക്സ് കോമൺലി എംപ്ലോയിഡ് ഫോർ ദ ഒബ്സർവേഷൻ ഓഫ് ബയോളജിക്കൽ സ്പെസിമെൻസ് ആർ. ഒന്നാമത്തെ മെറ്റൽ ഷാഡോയിങ്, രണ്ടാമത്തെ ഫ്രീസ് ഫ്രാക്ചറിങ്. അതിൽ മെറ്റൽ ഷാഡോയിങ്, ദ ഡ്രൈഡ് സ്പെസിമെൻ ഈസ് എക്സ്പോസ്ഡ് അറ്റ് ആൻ അക്യൂട്ട് ആംഗിൾ ടു എ സ്ട്രീം ഓഫ് ഹെവി മെറ്റൽസ് ലൈക്ക് പ്ലാറ്റിനം, പലേഡിയം ഓർ ഗോൾഡ് ആൻഡ് ദെർബൈ പ്രൊഡ്യൂസിങ് ആൻ ഇമേജ് ദാറ്റ് റിവീൽസ് ദ 3-dimensional സ്ട്രക്ചർ ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ് അക്യൂട്ട് ആംഗിൾ ആണ് കേട്ടോ. അക്യൂട്ട് ആംഗിളിൽ എന്ത് ചെയ്യുന്നു, സ്പെസിമെനിലേക്ക് ഇലക്ട്രോൺസിനെ എത്തിച്ച് ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, നമുക്ക് 3-dimensional സ്ട്രക്ചർ തരുന്നതാണ് മെറ്റൽ ഷാഡോയിങ് എന്ന് പറയുന്നത്. അടുത്ത ഫ്രീസ് ഫ്രാക്ചറിങ്, ദ ഫ്രോസൺ സ്പെസിമെൻ ഈസ് ഫ്രാക്ചർഡ് വിത്ത് എ നൈഫ് ആൻഡ് ദ എക്സ്പോസ്ഡ് സർഫസ് ഈസ് കോട്ടഡ് വിത്ത് ഹെവി മെറ്റൽ അറ്റ് ആൻ അക്യൂട്ട് ആംഗിൾ. എ സപ്പോർട്ടിംഗ് ലെയർ ഓഫ് കാർബൺ ഈസ് ഇവാപ്പറേറ്റഡ് ഓൺ ദ മെറ്റൽ. അപ്പോൾ എന്തൊക്കെയാണ്, ആദ്യം നൈഫ് വെച്ച് നല്ലോണം കട്ട് ചെയ്യുന്നു, പിന്നെ ഹെവി മെറ്റൽ വെച്ച് കോട്ട് ചെയ്യുന്നു, എന്നിട്ട് അക്യൂട്ട് ആംഗിളിൽ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ കാർബൺ ലെയർ ഒരു സപ്പോർട്ടിംഗ് മെറ്റൽ സർഫസ് ആയിട്ട് ഉണ്ടാക്കുന്നു. ഇങ്ങനെ സ്പെസിമെനെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. ഈ ഡിസ്ട്രോയിഡ് ആയ സ്പെസിമെൻ്റെ റെപ്ലിക്കയാണ് നമുക്ക് എന്തിൽ കാണാൻ പറ്റുക, ഇമേജിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഡിസ്ട്രക്ഷൻ ഇല്ല, കറക്റ്റ് സ്പെസിമെൻ തന്നെയാണ് കാണുന്നത് മെറ്റൽ ഷാഡോയിങ്ങിൽ. ഇതിൽ പക്ഷേ എന്താണ്, ഇതിനെ ഡിസ്ട്രോയ് ചെയ്ത് അതിൻ്റെ റെപ്ലിക്കയാണ് കാണുന്നത്. ഇതാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതിൻ്റെ ലൈറ്റ് പാത്ത് ശ്രദ്ധിക്കുക, ലൈറ്റ് പാത്ത് അല്ല, ഇത് ഇലക്ട്രോൺ പാത്താണ് കേട്ടോ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന പാത്താണ് എന്തിൻ്റെ, ഇത് ഇലക്ട്രോൺ സോഴ്സ്. ഇതാ ഇവിടുന്ന് തുടങ്ങുന്ന ഇലക്ട്രോൺ സോഴ്സ്, അവിടുന്ന് ഫസ്റ്റ് കണ്ടൻസർ ലെസ്, പിന്നെ സെക്കൻഡ് കണ്ടൻസർ ലെസ്, അവിടുന്ന് ഒബ്ജക്റ്റീവ് ലെൻസ്, സ്പെസിമെന്, അവിടുന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്ത് ഫോക്കൽ പ്ലെയിനിലേക്ക്, ഇമേജ് പ്ലെയിനിലേക്ക് നമുക്കിത് കാണാൻ പറ്റുന്നു. ഇനി അടുത്ത സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് സ്പെസിമെൻ ഈസ് കോട്ടഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് ഹെവി മെറ്റൽ ആൻഡ് ദ സ്പെസിമെൻ ഈസ് സബ്ജക്റ്റഡ് ടു എ നാരോ ബീം ഓഫ് അപ്പോൾ തിൻ ലെയർ ഓഫ് ഹെവി മെറ്റൽ കൊണ്ട് കോട്ട് ചെയ്തിട്ട് നാരോ ബീം ഓഫ് ഇലക്ട്രോൺസ് വെച്ച് ഇതിലേക്ക് സസ്പെൻഡ് വിച്ച് റാപ്പിഡ്ലി മൂവ്സ് ആൻഡ് സ്കാൻസ് ദ സർഫസ് ഓഫ് ദ സ്പെയിൻ. അങ്ങനെ ഇതിനെ നല്ലോണം സ്കാൻ ചെയ്യാൻ പറ്റുന്നു. ദി ഇറേഡിയേറ്റഡ് സ്പെസിമെൻ ഡിപ്പെൻഡിങ് അപ്പോൺ ഇസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ വിൽ റിലീസ് സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എന്താണ് ഇതിൽ ഒരു ആദ്യം പറഞ്ഞു, ഒരു തിൻ ലെയർ ഓഫ് ഹെവി മെറ്റൽ വെച്ച് കോട്ട് ചെയ്യുന്നു, എന്നിട്ട് നാരോ ബീം ഓഫ് ഇലക്ട്രോൺസ് ഇതാക്കുന്നു, അങ്ങനെ നല്ലോണം മൂവ് ചെയ്യാനും സ്കാൻ ചെയ്യാനും പറ്റുന്നു. ഈ സ്പെസിമെൻ ഇറേഡിയേറ്റഡ് സ്പെസിമെൻ വെച്ചാൽ ഹെവി മെറ്റലായിട്ട് കോട്ട് ചെയ്ത സ്പെസിമെനെ ഇറേഡിയേറ്റഡ് സ്പെസിമെൻ എന്ന് പറയാൻ പറ്റും. അതെന്ത് ചെയ്യുന്നു, അതിന് ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യുന്ന സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ആനോഡ് ഡിറ്റക്ടറിൽ കളക്ട് ചെയ്യുന്നു. അതായത് ഒരു സ്പെസിമെനെ ആ സ്പെസിമെനിൽ ഹെവി മെറ്റൽ വെച്ച് കോട്ട് ചെയ്യുന്നു. ഈ മെറ്റലിലേക്ക് നമ്മൾ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യുന്നു, അതായത് പ്രൈമറി ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യുമ്പോൾ സ്പെസിമെൻ എന്ത് ചെയ്യുന്നു, സെക്കൻഡറി ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ആനോഡ് ഡിറ്റക്ടറിൽ അതിനെ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോണിക് സിഗ്നൽ ഉണ്ടാക്കുന്നു. ഈ ഇലക്ട്രോണിക് സിഗ്നലാണ് ടി വിയിൽ സ്കാൻ ചെയ്തിട്ട് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇലക്ട്രോൺ സോഴ്സ്, ഈ ഇലക്ട്രോൺ സോഴ്സ് ഹെവി മെറ്റൽ കോട്ട് ചെയ്ത സ്പെസിമെന് അതിലേക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സ്പെസിമെന് സെക്കൻഡറി ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് ആനോഡ് ഡിറ്റക്ടറിൽ ഡിറ്റക്ട് ചെയ്യുന്നു. ഈ ഡിറ്റക്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് സിഗ്നൽ ഉണ്ടാക്കുന്നു. ഈ സിഗ്നൽ നമുക്ക് ഇമേജായിട്ട് കാണാൻ പറ്റുന്നു.
ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 75,000 to 1,00,000 ആണ്. മറ്റേ ടെമ്മിൻ്റെ എത്രയല്ല, സോറി എന്താ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ എത്രയായിരുന്നു? 2 lakh വരെയാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ, സ്പെസിമെൻസ് ഈസ് കെപ്റ്റ് അണ്ടർ ഹൈ വാക്വം ഓൺ എ പാത്ത് ഓഫ് ഇലക്ട്രോൺ, സോ ലിവിങ് സെൽസ് ക്യാൻ ബി എക്സാമിൻഡ്. ലിവിങ് സെല്ല് എക്സാമിൻ ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോൺസ് ഹാവ് ലോ പെനിട്രേഷൻ കപ്പാസിറ്റി ആൻഡ് അൾട്രാ തിൻ സെക്ഷൻ ആൻഡ് സ്റ്റെയിനിങ് ഷുഡ് ബി ഡൺ വിച്ച് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ഓൾസോ സംടൈംസ് ആൾട്ടർ ഓർ ഡിസ്റ്റോർട്ട് ദ സ്ട്രക്ചേഴ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. High cost and specialized techniques prevent its use in all microbiology labs in spite of greater magnification and resolution. Okay, let's explain ചെയ്യണ്ടല്ലോ. Next one, atomic force microscope. അടുത്ത ലാസ്റ്റ് വൺ ആണ് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പാണ്. ചിലപ്പോൾ ഈ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് ആപ്പാ ചോദിച്ചാൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പായിട്ട് മാറിപ്പോവേണ്ട, അത് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പാണ് കേട്ടോ. സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് ദാറ്റ് റെക്കോർഡ്സ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്രോബ് ആൻഡ് ദ സ്പെസിമെൻ. ഇത് എന്താണ്, ഒരു പ്രോബും സ്പെസിമെനും തമ്മിലുള്ള ഫോഴ്സിനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഹാസ് 3 ബേസിക് കമ്പോണൻസ്. ഒരു പ്രോബ് ഉണ്ട്, പൊസിഷണർ ഉണ്ട്, പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രോബ്, പൊസിഷണർ, പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ 3 തരത്തിലാണ് കാണുന്നത്. അതിൽ കോണ്ടാക്ട് മോഡ് ഉണ്ട്, നോൺ കോണ്ടാക്ട് മോഡ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ് മോഡ് അല്ലെങ്കിൽ ഫോഴ്സ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മറ്റൊന്നും. മെയിനായിട്ട് വരുന്ന 3 കോണ്ടാക്ട്, നോൺ കോണ്ടാക്ട്, ഇൻ്റർമീഡിയറ്റ് മോഡ്. അതിൽ കോണ്ടാക്ട് മോഡ്. ഇൻ കോണ്ടാക്ട് മോഡ് AFM the tip is brought in close contact with the specimen and scanned over the surface. As the tip is in contact the sample throughout the scan, the frictional force are very high. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പിക്ചറിൽ ഇത് കോണ്ടാക്ട് മോഡാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ, ഇവിടെയാണ് ഇത് സാമ്പിളാണ്. ഈ സാമ്പിളിൻ്റെ മുകളിലാണ് എന്ത്, ഈ ലിവർ, ക്യാൻഡി ലിവർ. ഇതിങ്ങനെ തൊടും, ഈ സാമ്പിളിനെ തൊട്ട് ഓരോ പോയിൻ്റായിട്ട് ഓരോ ഇങ്ങനെ ഓരോ ആറ്റമായിട്ട് ഓരോന്നിനെ റീഡ് ചെയ്തിട്ടാണ് എന്ത് ഇമേജ് കാണിക്കുന്നത്. മനസ്സിലായി? ഇതാണ് കോണ്ടാക്ട് മോഡ് എന്ന് പറയുന്നത്. ഇനി അതേസമയം നോൺ കോണ്ടാക്ട് മോഡാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ലിവറില്ലേ, ഈ ലിവർ ഇവിടെ, ഈ ലിവർ ഇപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ടല്ല, ഇത് ടച്ച് ചെയ്യൂല, ഇത് കുറച്ച് മുകളിലാണ് നിൽക്കുക. ആ മുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഓസിലേഷൻ വെച്ചിട്ട് ക്യാൻഡിൽ വെച്ച് ഹൈ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഈസ് ഓസിലേറ്റ് വെരി ക്ലോസ് ടു ദ സാമ്പിൾ. കണ്ടോ, ക്ലോസ് ആണ്, എന്ത് ചെയ്യുന്നത്, കോണ്ടാക്ട് ചെയ്യുന്നില്ല, ക്ലോസ് ടു ദ സാമ്പിൾ. കണ്ടില്ലേ, ക്ലോസ് ടു ദ സാമ്പിൾ. ഇതിനെ ചെയ്തിട്ട് ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ മെഷേർഡ് ആർ ചേഞ്ചസ് ഇൻ ദ ഓസിലേഷൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ്. ഈ ഓസിലേഷൻ ആംപ്ലിറ്റ്യൂഡും ഫേസിൻ്റെയും ചേഞ്ചസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റീഡ് ചെയ്യാൻ സഹായിക്കും, മീൻസ് ഇമേജ് കാണാം. ദിസ് മോഡ് ഈസ് ദെയർ ഫോർ വെൽ സ്യൂട്ടഡ് ഫോർ വെരി സോഫ്റ്റ് സാമ്പിൾ. അതായത് സോഫ്റ്റ് ആയ സാമ്പിളിനാണ് നോൺ കോണ്ടാക്ട് മോഡ് യൂസ് ചെയ്യുന്നത്. കോണ്ടാക്ട് മോഡ് ആകുമ്പോൾ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും കേട്ടോ. നോൺ കോണ്ടാക്ട് ഓടുമ്പോൾ ആ പ്രശ്നമില്ല, സോഫ്റ്റ് സാമ്പിളിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി അത് ഇൻ്റർമീഡിയറ്റ് മോഡ്. ഇൻ്റർമീഡിയറ്റ് മോഡല്ലേ ടാപ്പിംഗ് മോഡ് എന്ന് പറയുന്നത്. ഒരു സ്റ്റിഫ് ക്യാൻഡി ലിവർ ഈസ് ഓസിലേറ്റഡ് സോ ക്ലോസ് ടു അറ്റ് എ സ്മോൾ പോർട്ട് ഓഫ് ഓസിലേഷൻ ലൈസ് ഇൻ ദ റിപ്പൾസീവ് റീജിയൻ ഓഫ് ദ ലെനാർഡ് ജോൺസ് പൊട്ടൻഷ്യൽ. ദ ടിപ്പ് ദെയർഫോർ ഇൻ്റർമീഡിയറ്റ്ലി ടച്ചസ് ദ സാമ്പിൾ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഫുള്ളായിട്ട് ടച്ച് ചെയ്തു കോണ്ടാക്ട് മോഡിൽ. നോൺ കോണ്ടാക്റ്റിൽ ടച്ച് ചെയ്യില്ല, മുകളിൽ നിന്ന് ഇങ്ങനെ ഓസിലേഷൻ മാത്രമേ നടത്തുള്ളൂ. ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ ചില ഭാഗത്തോടും ചില ഭാഗം ടച്ച് ചെയ്യാതെ എന്ത് ചെയ്യും, ഇതിനെ ഇമേജ് ചെയ്യും. അങ്ങനെ ഹൈ റെസൊല്യൂഷൻ ഇമേജ് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഹൈ റെസൊല്യൂഷൻ ഇമേജ് കിട്ടും എന്തിലെ, നോൺ ഇൻ്റർമീഡിയറ്റ് മോഡലാകുമ്പോൾ. ഇനി അടുത്ത ഫോഴ്സ് മോഡ് അല്ലെങ്കിൽ ഫോഴ്സ് സ്പെക്ട്രോസ്കോപ്പി. ഫോഴ്സ് മോഡ് ഓഫ് AFM ഈസ് നോട്ട് ആൻ ഇമേജിംഗ് മോഡ്. ഇതൊരു ഇമേജിംഗ് മോഡല്ല. ബ്രീഫ്ലി ദ എക്സാമ്പിൾ ഈസ് ബ്രോട്ട് ക്ലോസ് ടു എ കാൻഡിലിവർ. സാമ്പിൾ ഈസ് ബ്രോസ് ക്ലോസ് ടു കാൻഡിലിവർ, പുഷ്ഡ് എഗനസ്റ്റ് ഇറ്റ് കോസിങ് ഡിഫ്ലക്ഷൻസ് ഇൻ ഇറ്റ് ആൻഡ് ദെൻ വിഡ്രോൺ. അപ്പോൾ എന്ത് ചെയ്യുന്നു, കാൻഡിലിവർ കൊണ്ടുവരുന്നു, എന്നിട്ട് അതിൻ്റെയൊക്കെ തൊടുന്നു, എന്നിട്ട് നല്ലോണം പുഷ്, അതിൻ്റെ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നു. എ പ്ലോട്ട് ഓഫ് ഫോഴ്സ് എഗനസ്റ്റ് ദ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ദ ഫോഴ്സ് സ്പെക്ട്രം. ദ ഫോഴ്സ് സ്പെക്ട്രോസ്കോപ്പി മോഡ് ഈസ് ഓഫൺ യൂസ് ടു study the interaction of the tip with the sample and to determine the mechanical property. അപ്പോൾ ശരിക്കും ഫോഴ്സ് സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ ഇത് എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ ഈ 3 മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് കേട്ടോ. ശരിക്കും ഇമേജിംഗ് അല്ല. അപ്പോൾ 3 മെത്തേഡാണ് എന്തിലുള്ളത്, AFM-ലുള്ളത്. കോണ്ടാക്ട് മോഡ്, നോൺ കോണ്ടാക്ട് മോഡ്, ഇൻ്റർമീഡിയറ്റ് മോഡ്. അതിനടുത്ത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഈസി സാമ്പിൾ പ്രിപ്പറേഷനാണ്. മറ്റേതിൽ കണ്ടില്ലേ, ബ്ലേഡൊക്കെ വരുന്ന ഡയമണ്ട് നൈഫൊക്കെ യൂസ് ചെയ്തിട്ട് അൾട്രാ തിൻ സ്പെസിമെനൊക്കെ ഉണ്ടാക്കുന്ന ഇലക്ട്രോണിലെ ആറ്റോമിക്കിലാകുമ്പോൾ ആ പ്രശ്നമില്ല. ഇമേജിങ് സൊല്യൂഷനിൽ ഇമേജ് കാണാൻ പറ്റും. ഇനി അടുത്ത AFM ടിപ്പ് ക്യാൻ ബി യൂസ് ടു മെക്കാനിക്കലി മാനിപ്പുലേറ്റ് ദ സ്പെസിമെൻ അറ്റ് വെരി ഹൈ സ്പേഷ്യൽ റെസൊല്യൂഷൻ. മെക്കാനിക്കലി, അതപ്പോൾ നമ്മൾ ഇതിങ്ങനെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നില്ലേ, ഈ കാൻഡിലിവർ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത്
അവിടെ കണ്ട ഈ ക്യാൻഡിലിവർ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് അതിൽ ചെറിയ എന്തുണ്ടാവാം, മാനിപ്പുലേഷൻ ഉണ്ടാവാം. ചിലപ്പം സ്ട്രക്ചറിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാം കേട്ടോ. ഒരു മിനിറ്റ്. ഓ, ഇത് മാനിപ്പുലേഷൻ അഡ്വാൻറ്റേജസിൽ വരുന്നല്ല കേട്ടോ, അത് എൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ വരും. അടുത്തത് ഇനി ഇതെന്താ അതിൻ്റെ പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ലേസറാണ്, ലേസർ വരുന്നു. ഈ ലേസർ എന്ത് ചെയ്യുന്നു, ക്യാൻഡിലിവർ ഉണ്ടാവും. ക്യാൻഡിലിവർ എന്തുമായിട്ട് ടച്ചാണ്, സാമ്പിളുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ്. കഴിഞ്ഞ എക്സാമിന് ആർക്കും ഇങ്ങനെയല്ല വരച്ച ക്യാൻഡിലിവർ എവിടെയോ കിടക്കുന്നത്, സാമ്പിൾ വേറെ എവിടെയോ കിടക്കുന്നത്, അങ്ങനെയല്ല. ക്യാൻഡിലിവർ ഇത് ടച്ചുമായിട്ട് ഉണ്ടാവും. ഇത് ടച്ച് ചെയ്ത ക്യാൻഡിലിവറിന് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ഇതിനെ ആറ്റമിൽ വെച്ച് ഡിറ്റക്ട് ചെയ്യുന്നു. ഈ ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നു, പിന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നു. ഈ ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുടുള്ള റൂമിൽ ഒരു ടേബിൾ ആലോചിക്കാം. ആ ടേബിളിൽ കുറേ സ്പൂണ്, ഗ്ലാസ്, കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമ്മൾ കാണാത്ത. അപ്പോൾ നമ്മളൊരാൾ ഈ ഇരുടുള്ള റൂമിൽ കയറിയിട്ട് ടേബിൾ തൊട്ട് നോക്കുമ്പോൾ, സ്പൂണ് തൊടുമ്പോൾ നമുക്ക് ആ നമ്മളെ തൊടുന്ന കൈ അപ്പം എന്തായി ക്യാൻഡിലിവറായിട്ട് ആലോചിക്കുക. ഈ തൊടുന്ന കൈ പിന്നെ പ്രോസസ്സ് ചെയ്യും നമ്മളെ ബ്രെയിനിലെ, ആ ബ്രെയിനാണ് ഡിറ്റക്ടർ. ആ പ്രോസസ്സ് ചെയ്യും ബ്രെയിൻ, എന്നിട്ട് അത് സ്പൂണാണ് എന്ന് മനസ്സിലാക്കും.